നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെതിരെ ഏറ്റവും കഠിനമായത് വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഞങ്ങൾ അവരെ തകർക്കുകയാണ്. തൊട്ടു പിന്നാലെ ഇസ്രായേൽ ക്ലസ്റ്റർ ബോംബിങ്ങിന് തുടക്കമിട്ടിരിക്കുന്നു. ഇറാനിൽ ആകാശത്ത് നിന്ന് അഗ്നിവർഷം പോലെ മരണം പെയ്തിറങ്ങുന്ന ആക്രമണമാണ് ക്ലസ്റ്റർ ബോംബിംഗ്. ഒരു പ്രദേശത്തെ ആകെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന കാർപ്പറ്റ് ബോംബിംഗ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടത്തുന്നത് കാർപ്പറ്റ് ബോംബിംഗ് എന്ന അതിമാരക ആക്രമണം. ഇപ്പോഴിതാ ലോകം ഭീതിയോടെ ടെഹ്റാനിലേക്ക് ഉറ്റുനോക്കുന്നു. ഇതുവരെ നമ്മൾ കേട്ടത് ഇസ്രായേലിന്റെ പ്രിസിഷൻ ആക്രമണങ്ങളാണ്. എന്നാൽ പ്രിസിഷൻ ആക്രമണങ്ങളിൽ നിന്ന് മാറി കാർപ്പറ്റ് ബോംബിങ്ങിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നു. ഇസ്രായേൽ എപ്പോഴും പുലർത്തിയിരുന്ന ഒരു ആക്രമണ ശൈലി അതായിരുന്നു പ്രിസിഷൻ ആക്രമണങ്ങളിലൂടെ നമ്മൾ കണ്ടത്. ഗൈഡഡ് മിസൈലുകളുടെ സഹായത്തോടെ പ്രിസിഷൻ അറ്റാക്ക്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെയും സംഘത്തെയും വധിച്ചത് ഈ പ്രിസിഷൻ ആക്രമണമെന്ന യുദ്ധമുറയിലൂടെയാണ്. എന്നാൽ വിശാലമായ ഒരു പ്രദേശത്ത് യാതൊരുവിധ ലക്ഷ്യബോധവുമില്ലാതെ നിറയെ കാർപ്പറ്റ് ബോംബിംഗ് എന്ന ആക്രമണ ശൈലി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ക്രൂരമായ തലത്തിലേക്ക് യുദ്ധം വളരുന്നു. നേരത്തെ സൈനിക താവളങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിതരണ ശൃംഖലകൾ എന്നിവ തകർക്കുകയായിരുന്നു പ്രിസിഷൻ അറ്റാക്കിലൂടെ ഇസ്രായേൽ ചെയ്തത്. എന്നാൽ ഒരു മേഖലയിലാകെ വ്യാപകമായ നാശം വിതച്ചുകൊണ്ട് ഭരണകൂടത്തെ അടിമുടി വിറപ്പിക്കുക, ജനങ്ങളിൽ പരിഭ്രാന്തി വളർത്തുക. സൂക്ഷ്മ വ്യോമാക്രമണങ്ങൾക്ക് പേരുകേട്ട വ്യോമസേനയാണ് ഇസ്രായേലിന്റെ ഐഡിയം. എന്നാൽ പരമാവധി സ്ഥലത്ത് ആഘാതമേൽപ്പിക്കുന്ന കാർപ്പറ്റ് ബോംബിംഗ് പൊതുവെ ഏറ്റവും ക്രൂരമായ യുദ്ധമുറയായി കണക്കാക്കപ്പെടുന്നു. അമേരിക്കയുടെ പക്കൽ വലിയ ഭീമൻ ബോംബർ വിമാനങ്ങളുണ്ട്. ഈ വിമാനങ്ങൾ വികസിപ്പിച്ചതോടെ വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ വിമാനങ്ങളിലൂടെ ശത്രുരാജ്യത്തിന് മുകളിലെത്തിക്കാം എന്ന തലത്തിലെത്തി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വ്യോമയുദ്ധങ്ങളിൽ ഒരു പ്രധാന രീതിയായി കാർപ്പറ്റ് ബോംബിംഗ് മാറിയിരുന്നു. ജനസാന്ദ്രതയേറിയ നഗരപ്രദേശങ്ങളിലേക്ക് വലിയ തോതിൽ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുക. ആയിരക്കണക്കിന് ബോംബുകളാണ് ഒരേ സമയം ഒരു നിശ്ചിത മേഖലയുടെ പല ഭാഗങ്ങളിലായി അഗ്നിവർഷം പോലെ വന്നു വീഴുന്നത്. വ്യാവസായിക ഉൽപാദനം തടയുക, ജനങ്ങളുടെ മനോവീര്യം കെടുത്തുക, എതിരാളിയുടെ കീഴടങ്ങൽ വേഗത്തിലാക്കുക. ഇതാണ് കാർപ്പറ്റ് ബോംബിങ്ങിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം. വിയറ്റ്നാം യുദ്ധകാലത്ത് B-52 സ്ട്രാറ്റോഫോർട്രസ് പോലുള്ള തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് വലിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരുന്നു അമേരിക്ക. കാർപ്പറ്റ് ബോംബിങ്ങിന് കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളില്ല, മറിച്ച് വിശാലമായ മേഖലകളിലേക്ക് ബോംബുകൾ വർഷിക്കുന്ന രീതി. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, ആ പ്രദേശങ്ങളിലുള്ള വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, സാധാരണക്കാരുടെ അഭയ സ്ഥാനങ്ങൾ തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കപ്പെടും ഈ യുദ്ധമുറയിൽ. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത തലത്തിൽ അതിശക്തമായ ആക്രമണമാണ് ഇറാൻ തുടക്കുന്നത്. ഇതിന് മറുപടിയെന്നോണം ഇറാനെ വലിയ നാശത്തിന്റെ വക്കിലെത്തിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഞങ്ങൾ ഇതുവരെ അവർക്കെതിരെ കനത്ത ആക്രമണം തുടങ്ങിയിട്ട് പോലുമില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. വൻ തിരമാല വരാനിരിക്കുന്നതേയുള്ളൂ. ഇറാൻ ഇപ്പോൾ ആരാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പോലും വ്യക്തമല്ല. ആരെയാണ് അവർ തെരഞ്ഞെടുത്തത് എന്നും അറിയില്ല. ഇറാനിൽ നടത്തുന്ന ആക്രമണം അവരുടെ മിസൈൽ, ആണവായുധ ഭീഷണി ഇല്ലാതാക്കാനും നാവികസേന തകർക്കാനുമുള്ള പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ട്രംപ് വിശദീകരിക്കുന്നു. ആയുധങ്ങളുടെ പരിധിയില്ലാത്ത ശേഷി അമേരിക്കയ്ക്കുണ്ട് എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ എഴുതി. ഈ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കും എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് ഉത്തരം നൽകിയത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന്. 4 ആഴ്ചയെടുക്കുമെന്നാണ് ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ നേരത്തെ യുദ്ധം നിർത്താൻ കഴിയും. യുദ്ധം അധികകാലം നീണ്ടുപോകില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പറയുന്നു. യുദ്ധം നീണ്ടുപോകും എന്ന വാദങ്ങൾ അദ്ദേഹം തള്ളിക്കളയുന്നു. ഇവിടെ അനന്തമായ യുദ്ധം നടക്കുമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഇറാനിലെ ഭീകര ഭരണകൂടം അവർ അധികാരത്തിലേറിയ ശേഷം ഏറ്റവും ദുർബലമായ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അതുകൊണ്ട് അനന്തമായ യുദ്ധമുണ്ടാകില്ല. വളരെ വേഗതയേറിയതും നിർണായകവുമായ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നെതന്യാഹു വിശദീകരിച്ചു. ഇതിനിടയിൽ ഒരു പുതിയ വിചിത്രവാദം പുറത്തു വരുന്നു. നെതന്യാഹു ഇത് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. എങ്കിലും
അമേരിക്കയുടെ മാർക്കോ റൂബിയോ പറയുന്നത് വ്യത്യസ്തമായ ഒരു കഥ. ഇറാനെ ആക്രമിച്ചത് എന്തിനെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റേത് ഒരു വിചിത്ര മറുപടിയാണ്. ഇറാനിൽ നിന്ന് അടിയന്തര സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു എന്ന വാദം പൊളിയുന്നതാണ് മാർക്കോ റൂബിയോയുടെ വിശദീകരണം. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ ഇറാൻ USനെയും ആക്രമിക്കുമെന്ന് മനസ്സിലാക്കി. കാത്തിരുന്നാൽ കൂടുതൽ ആൾനാശത്തിന് ഇത് കാരണമാകും. അതുകൊണ്ട് ആദ്യം ആക്രമിച്ചേക്കാം എന്ന് കരുതിയെന്നാണ് റൂബിയോയുടെ വിചിത്ര വിശദീകരണം. ചുരുക്കത്തിൽ ഇറാൻ അല്ല, മറിച്ച് ഇസ്രയേലാണ് ആക്രമണത്തിന് മുതിർന്നത് എന്ന് വിശദമാക്കുകയാണ് മാർക്കോ റൂബിയോ. ഇതോടെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ ഒരു വാദമുയരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പിടിവാശിക്ക് മുന്നിൽ അമേരിക്ക വഴങ്ങി എന്നാണ് ഒരു പറ്റം മാധ്യമപ്രവർത്തകർ വിമർശിക്കുന്നത്. ജനീവയിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ എന്തിനാണ് ഇറാനെ ആക്രമിച്ചത്, ആ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിനായിരുന്നു മാർക്കോ റൂബിയോയുടെ ഈ വിശദീകരണം. ഇറാന്റെ ആക്രമണം ആസന്നമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തടയാൻ മറ്റു വഴികളില്ല, ആക്രമിക്കുക മാത്രമായിരുന്നു തങ്ങളുടെ മുന്നിലുള്ള പോംവഴിയെന്നും ഇസ്രയേൽ അമേരിക്കയെ അറിയിക്കുന്നു. സൈനിക നടപടി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിൽ ഡൊണാൾഡ് ട്രംപും ഇതേ വാദം തന്നെ ഉയർത്തുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ പിടിവാശിക്ക് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു അമേരിക്ക. ഇസ്രയേലിനും അമേരിക്കയ്ക്കും തികച്ചും നിഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്നത് വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ ആക്രമണ ലക്ഷ്യമായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് 4 കാര്യങ്ങളാണ്. ഇറാന്റെ മിസൈൽ ശേഷി പരമാവധി നശിപ്പിക്കുക, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആയുധശേഖരവും ഉൽപാദന അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും തകർക്കുകയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം. വിദേശത്തുള്ള US താവളങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് ഈ മിസൈൽ ശ്രേണിക്കുണ്ട്. അമേരിക്കൻ മണ്ണിൽ എത്താനുള്ള കഴിവ് അമേരിക്കയെ സംബന്ധിച്ചൊരു വലിയ ഭീഷണിയും. ഇറാന്റെ മിസൈൽ പദ്ധതിയിൽ ഷഹാബ് 3 പോലുള്ള ഹ്രസ്വ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്നു. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇവ യൂറോപ്പിനും മേഖലയിലെ US സേനയ്ക്കുമൊക്കെ അപകട സാധ്യത ഉയർത്തുന്നതാണ്. മിസൈൽ പ്രതിരോധം മാത്രമല്ല, ആണവ വികസനവും തടയേണ്ടിയിരുന്നു. അറേബ്യൻ ഗൾഫിലും ഹോർമിസ് കടലിടുക്കിലും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും US നാവികസേനയ്ക്കുമുള്ള ഭീഷണികൾ നിർവീര്യമാക്കാൻ അനിവാര്യമായ ഒരു ആക്രമണം വേണ്ടിവന്നു എന്ന് അമേരിക്ക പറയുന്നു. മേഖലയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേവി വലിയ ഭീഷണിയായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവിയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തി. ഇപ്പോഴിതാ ഇറാന്റെ നാവികശേഷി പൂർണ്ണമായി നമ്മൾ തകർക്കുകയാണ് എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നു. ഇറാൻ ഇനി ഒരിക്കലും ആണവായുധം നേടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു മാരക യുദ്ധത്തിലാണ് ഞങ്ങൾ എന്ന് അമേരിക്ക പറയുന്നു. ലോകത്തിലെ 1-ാം നമ്പർ ഭീകര സ്പോൺസർ എന്ന് ട്രംപ് മുദ്രകുത്തിയ ഇറാൻ ഒരാണവശക്തിയാകാൻ അമേരിക്ക അനുവദിക്കില്ല. ഒപ്പം ഇസ്രയേലും. ഇറാനിയൻ ഭരണകൂടത്തിന് തീവ്രവാദ സൈന്യങ്ങളെ ആയുധം നൽകാനോ ധനസഹായം നൽകാനോ അതിർത്തിക്ക് പുറത്തേക്ക് നയിക്കാനോ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും ഷിയ മിലിഷ്യകൾ തുടങ്ങി പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള ഇറാന്റെ പിന്തുണ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതുണ്ട്. ട്രംപ് ഇതിനെ ഭീകര സൈന്യങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ യുദ്ധം എന്തിനു തുടങ്ങിവെച്ചു എന്നതിനേക്കാൾ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങൾ തന്നെയാണ് അമേരിക്ക കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഒപ്പം ഇസ്രയേലും. 1 ഇഞ്ച് പോലും പിന്നോട്ടേക്കില്ല, ആക്രമിച്ചു തുടങ്ങിയത് അടിച്ചു തീർത്തേ മടങ്ങൂ എന്ന നിലപാടിലാണ് ബെന്യമിൻ നെതന്യാഹുവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.